വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു 100 സീറ്റ് നേടിയില്ല എന്നുണ്ടെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അതേ തുടർന്നുകൊണ്ട് കെ സുധാകരൻ പറയുന്നു അങ്ങനെ നേടുന്നതാണ് നല്ലത്, നേടിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോകേണ്ടി വരില്ലേ എന്നാണ് കെ സുധാകരൻ ചോദിക്കുന്നത്. അപ്പോൾ പിണറായി 3.0 സാധ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സാധ്യത ഇല്ലായികയൊന്നുമില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കെ സുധാകരനും പിണറായി 3.0 വരണമെന്നാണോ ആഗ്രഹിക്കുന്നത്? താങ്കളിപ്പോ പറഞ്ഞതിൽ ആദ്യമേ തന്നെ ഒരു ഫാക്ച്വൽ എറർ ഉണ്ട്. അതെന്താ വെച്ചാൽ വി.ഡി. സതീശൻ ഇപ്പൊ അത് ആവർത്തിക്കുന്നില്ല. അല്ലല്ല, വി.ഡി. സതീശൻ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. 100 സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞു. 100 സീറ്റ് ലഭിക്കുമെന്ന് അതൊക്കെ പറയാം, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. സത്യത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞ കൃത്യമായിട്ടുള്ള വാചകം എന്താണെന്ന് വെച്ചാൽ, തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കാനായില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഈ തിളക്കമാർന്ന എന്നുള്ളത് അദ്ദേഹം എന്താണെന്നുള്ളത് പ്രവചിച്ചിട്ടില്ല. പക്ഷെ ആളുകളൊക്കെ തന്നെ ഈ 100 സീറ്റായിട്ട് കൂട്ടിക്കെട്ടുകയും 100 സീറ്റാണല്ലോ ഒരു തിളക്കമാർന്ന വിജയം, പോട്ടെ ഏറ്റവും കുറഞ്ഞ ഒരു 90 വരുമല്ലോ. അപ്പൊ അത്തരത്തിൽ തിളക്കമാർന്ന വിജയം അതാണ്. ആ തിളക്കമാർന്ന വിജയം ഉണ്ടാവില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ഉറപ്പായതുകൊണ്ട് ഇപ്പൊ വി.ഡി. സതീശൻ പറയുന്നത് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. തൽക്കാലം പറവൂരിൽ വനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി എറണാകുളത്ത് വല്ല മംഗളവനത്തിലേക്ക് കയറിയിരിക്കാനേ പറ്റുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, മംഗളവനത്തിലേക്ക് കയറിയിരിക്കാനേ പറ്റുള്ളൂ. പിന്നെ അദ്ദേഹം എം.എൽ.എ ആയിരിക്കും, എം.എൽ.എ സ്ഥാനം ഒന്നും രാജിവെക്കൽ നടക്കില്ല. അതുകൊണ്ട് അദ്ദേഹം വനവാസത്തിന് പോകണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല.